ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് ദിവസമായില്ലേ ഞാൻ ലോങ് വീഡിയോയിലിട്ടിട്ട്. അപ്പം ഇതും ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് കേട്ടോ. പക്ഷേ ഡ്യൂറേഷൻ കൂടിയപ്പോൾ ഞാൻ കരുതി ഏതായാലും ലോങ്ങിലേക്ക് ഇട്ടേക്കാന്ന്. അതാണ് നോർമൽ യൂട്യൂബ് വീഡിയോ പോലെ കാണാത്തത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, എന്താണ് യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാത്തത്. ചില പേര് പറയും നമുക്കൊരു ടൈം പാസ് ആയിരുന്നു അത്, എന്തിനാ ഇടാത്തത്. ചില പേര് പറയും നമുക്ക് കുറേ ടിപ്സ് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം അങ്ങനത്തതൊന്നും ഇല്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ മിക്കവാറും ഈ ചോദ്യങ്ങൾ വരുന്നത് ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോഴത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മോർണിംഗ് റൂട്ടീനാണ് കാണിക്കുന്നത്. അതായത് ഒരു 10 മണി വരെയുള്ള ഒരു സംഭവം. അതിൽ മൊത്തത്തിലൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല, കുറച്ച് കുറച്ചായിട്ട് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോർണിംഗ് ഡ്രിങ്കാണ് ഇപ്പോൾ ഞാൻ എടുത്തുകൊണ്ടുള്ളത്. അതിന് ഞാൻ 2 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് നല്ല ചൂട് വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. പിന്നെ ഇതിൽ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല, ഉപ്പാണ് ചേർക്കുന്നത്. അത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഞാൻ പറഞ്ഞില്ലേ, വെയിറ്റ് ലോസ് ആകുമ്പോൾ നമ്മൾ ആദ്യം ഒഴിവാക്കേണ്ടത് പഞ്ചസാര അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവാറും അത് ഒഴിവാക്കിയിട്ടുള്ളത് ഞാൻ. എന്നിട്ട് ഒരു ഗ്ലാസ് ഫുള്ളാക്കിയിട്ട് ഇതാണ് എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, ഓരോരോ ദിവസവും ഞാൻ ഓരോരോ രീതിയിലാണ് എടുക്കുന്നത്. ഇത് എന്താ പറയുക, നമുക്ക് വെയിറ്റ് ലോസിന് മാത്രമല്ല വൈറ്റമിൻ സി റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിനുള്ള പല പ്രശ്നങ്ങൾക്കും നല്ലതാണ് കേട്ടോ. എന്നിട്ട് അതും എടുത്ത് ഞാൻ നമ്മുടെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ വീഡിയോ എടുത്ത ആംഗിൾ ശരിയില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിൽ കാണുന്നത്. അപ്പോൾ ഫ്രണ്ടിലുള്ള സിറ്റ് ഔട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പുതിയതായിട്ട് ഒരു വീട്ടിലേക്ക് മാറിയിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിവരമൊന്നും അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഈ വീട്ടിലേക്ക് വന്ന് പിന്നെ അൽഹംദുലില്ലാ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ഹാപ്പിയാണ്. ഇതിൽ മുമ്പേ നിന്ന വീട്ടിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ എന്തിനായിരുന്നു അത്രയും വർഷം അവിടെ നിന്നതെന്ന്. കാരണം നമ്മളെ ലൈഫിൽ എന്തെങ്കിലും ചേഞ്ച് വേണമെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്നും നമ്മൾ ചെയ്യുന്ന ജോലിയിലും നമുക്കത് തൃപ്തിയല്ലെങ്കിൽ നമ്മളതിന്ന് എന്താ പറയുക, ഒഴിവായി വേറെ നോക്കുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അതിൽ നമുക്ക് നല്ല സംതൃപ്തിയും നമുക്ക് പിന്നെ മുമ്പോട്ടേക്ക് പോകാനുള്ള മാർഗ്ഗങ്ങളും തെളിഞ്ഞു വരും. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മളെ കിറ്റു പുതിയതായിട്ട് കൊണ്ടുവന്നത് കേട്ടോ. നമുക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ച നമ്മൾ 2-3 പ്രാവശ്യം കൊണ്ടുവന്നിട്ടും തിരിച്ച് ആദ്യത്തെ വീട്ടിലേക്ക് തന്നെ പോയി കേട്ടോ. അങ്ങനെ കൊണ്ടുപോയി കുറച്ച് നേരം ഞാനിങ്ങനെ കളിക്കും. അത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 3-4 ഡേയ്സേ ആയിട്ടുള്ളൂ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ട്. നല്ല ബോഡി പെയിൻ എല്ലാം ഉണ്ട്. അതാണ് ഞാൻ സോൾട്ട് ഇട്ടിട്ടെല്ലാം ജ്യൂസെല്ലാം കുടിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഈ എക്സസൈസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പൂച്ചെടിക്ക് വെള്ളം ഒഴിക്കലും മുമ്പിൽ സിറ്റ് ഔട്ട് കഴുകലും അങ്ങനെയെല്ലാം കുറേ ജോലിയുണ്ട്. ഇതൊരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ തളരും കേട്ടോ. എന്നാലും ഞാൻ ഒഴിവാക്കുന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആഫ്റ്റർ സെക്ഷൻ ഞാൻ ഒരുപാട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. എൻ്റെ വെയിറ്റ് വന്നിട്ട് കറൻറ്റ് വെയിറ്റ് വന്നിട്ട് 53-55ൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പോൾ വന്നിട്ട് എനിക്ക് 63 ഉണ്ട്. അപ്പോൾ 10 kg ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അതായത് എൻ്റെ ബേബീൻ്റെ ഡെലിവറിന് ശേഷം, അതായത് സെക്ഷൻ ആയിരുന്നല്ലോ, അതിൻ്റെ ശേഷമാണ് എൻ്റെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് റെസ്റ്റിലായിരുന്നു. അതിൻ്റെ ശേഷം ഇത്ര ഞാൻ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതായാലും അത് വേണ്ട. ബേബിക്ക് 1.5 ഇയർ ആവാനായല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ എക്സസൈസും എൻ്റെ റൂട്ടീൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത്, അപ്പം അത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്ത് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെ ഒരുപാട് പേര് കംപ്ലൈൻറ്റും ഉണ്ടല്ലോ എന്തിനാ വീഡിയോ ഇടാത്തതെന്ന്. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ എന്താ പറയുക, ഒരുപാട് സ്ട്രെസ്സും ബോഡി പെയിനും വെയിറ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എക്സസൈസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഭയങ്കര നല്ലതാണ്. ഞാൻ വെറും എക്സസൈസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ഡാൻസും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എക്സസൈസിനേക്കാൾ കൂടുതൽ എഫക്റ്റാണ് നമ്മൾ ഡാൻസ് ചെയ്യുമ്പം. ഒരുപാട് നമ്മളെ ബോഡി ഷേക്ക് ചെയ്യുമ്പോൾ ഫാറ്റ് പെട്ടെന്ന് ബേൺ ആവും. അതുകൊണ്ടാണ് ഡാൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സസൈസ് എല്ലാം കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത്, ഞാൻ പറഞ്ഞില്ലേ സിറ്റ് ഔട്ടെല്ലാം കഴുകാനുണ്ടായിരുന്നു, അതെല്ലാം കഴുകുന്നുണ്ട്. മോനപ്പുറത്ത് പൂച്ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. കല്യാണത്തിന് പോകണം. പിന്നെ അതിൻ്റെ ഡ്രസ്സിങ് വീഡിയോ എല്ലാം ഞാൻ ഇടണമെന്നെല്ലാം വിചാരിച്ചതാണ്, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം തിരക്കായിരുന്നു. നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് ബന്ധുക്കൾ വന്നു. അപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് അതെല്ലാം വിട്ട് ഞാൻ ഫോട്ടോസ് വേറെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലാക്കുമാണ്. ഞാനും മോളും ഒരുപോലെ ഡ്രസ്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. വലിയ കോസ്റ്റൊന്നുമില്ല, വെൽവെറ്റിൻ്റെതാണത്. അത് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് മോക്കും എനിക്കും ഒരുപോലെ ആക്കിയതാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ രാവിലെ നല്ല രസമാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു വൈബുള്ള സ്ഥലമാണ്. ഇപ്പോൾ വീട് കുറച്ച് ഹൈറ്റിലുമാണ്. ഇതാണ് മോളുടെ ഡ്രസ്സ് കേട്ടോ. അപ്പോൾ കുറച്ച് ഡ്രസ്സെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി വീഡിയോ എടുക്കാൻ പറ്റിയത് കേട്ടോ, അതെടുത്തതാണ്. പിന്നെ ഇത് കല്യാണ സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. മോളോട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കാൻ പറഞ്ഞാൽ മോള് നിൽക്കാതെ ഓടി കളിക്കുക കേട്ടോ. പിന്നെ മോളെടുത്തിട്ട് ഒരുപാട് പേര് ഫോട്ടോസെല്ലാം എടുത്ത് ഒരുപാട് ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത് കാണാം. ബൈ.